ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇന്നിപ്പോൾ ഹിന്ദു സമുദായത്തിലെ ചില ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചില അനുഭവങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഹിന്ദു സമുദായാംഗമാണ്, അതിൽ തന്നെ നായർ സമുദായാംഗമാണ്. പക്ഷേ മന്നത്താചാര്യൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു നായർ സമുദായാംഗമാണ്. അതായത് എല്ലാത്തരം പുരോഗമന ആശയങ്ങളെയും മന്നത്താചാര്യൻ എല്ലാ സാമൂഹ്യമായ പുരോഗമനപരമായ കാര്യങ്ങളെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. സങ്കുചിതമായ എല്ലാത്തിനെയും മന്നത്താചാര്യൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ചർച്ചയിൽ വരുന്ന ചില കാര്യങ്ങൾ, അതായത് ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിൽ കടക്കുന്നത് ശരിയോ തെറ്റോ, ആചാരമാണോ ദുരാചാരമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിൽ തീർച്ചയായിട്ടും മന്നത്താചാര്യൻ്റെ പുരോഗമനപരമായ ആശയങ്ങളുമായിട്ട് നമ്മൾ വെച്ച് ചിന്തിക്കുമ്പോൾ കാലത്തിനതീതമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാകണം എന്ന് തന്നെ ആയിരിക്കും അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ പറയുക എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ ആചാരത്തിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ, അത് കാലത്തിന് വളരെയധികം പുരാതന കാലത്ത് അന്ന് മേൽവസ്ത്രമൊന്നുമില്ല പുരുഷന്മാർക്ക്. കേരളത്തിലെ പുരുഷന്മാരാരും മേൽവസ്ത്രം ധരിക്കാറില്ല. മുണ്ട് തോർത്തും മാത്രമാണ് പുരുഷന്മാരുടെ വേഷം. അപ്പം അങ്ങനെയാണ് അവർ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം. പക്ഷേ അതുകൊണ്ട് പിന്നീട് വസ്ത്രങ്ങൾ വന്നു. ഇപ്പം നമ്മൾ പണ്ട് കാളവണ്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ആദ്യകാലങ്ങളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ കാളവണ്ടിയായി, പിന്നെ സൈക്കിളായി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും സൈക്കിളിലും കാളവണ്ടിയിലും നടന്നൊന്നും അല്ലല്ലോ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മുന്തിയ കാറുകളിലും പിന്നെ ദൂരങ്ങളിലേക്ക് ഫ്ലൈറ്റിലും പിന്നെ ബുള്ളറ്റ് ട്രെയിനിലും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, ആചാരപ്രകാരം നമുക്ക് കാളവണ്ടിയും സൈക്കിളും മതിയെന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ സമൂഹത്തെ പിന്നോട്ടടിക്കാനുള്ള ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകളാണെന്ന് എനിക്ക് പറയാൻ കിട്ടുള്ളൂ. അതിനോടനുബന്ധിച്ച് എനിക്കൊരു അനുഭവം പറയാനുള്ളത്, എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി. അവിടെ ഒരു പ്രായമുള്ള നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ് പൂജ നടത്തുന്നത്. ഇപ്പം 10 വയസ്സിൽ നമ്മളിവരെന്ത് ചെയ്യുന്നു, തന്നെയല്ല ക്ഷേത്രത്തിൽ പോയി എങ്ങനെ പെരുമാറണമെന്നൊക്കെ വലിയ പിടിയൊന്നുമില്ല. എന്താണ് അന്നത്തെ ആചാരമൊന്നും പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയതിൻ്റെ ഓർമ്മയിൽ തൊഴാനായിട്ട് പോകുന്നുള്ളൂ. നമ്മൾ ആ നടയ്ക്ക് മുന്നിൽ നിന്ന് എങ്ങനെയോ അദ്ദേഹം വന്നതിൻ്റെ അദ്ദേഹം പ്രായമുള്ള ആളാണ്. അപ്പോൾ ആ പ്രായത്തിൻ്റേതായതായിരിക്കാം എൻ്റെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ കയ്യോ എന്തോ ഒന്ന് മുട്ടി. അത് ഞാൻ അറിഞ്ഞു പോലുമില്ല. പെട്ടെന്നാണ് അദ്ദേഹം എന്തൊക്കെ പുതുകൊണ്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടു. ഉടനെ തന്നെ അടുത്തുള്ള കുളത്തിൽ പോയി അദ്ദേഹം കുളിച്ചിട്ട് വരുന്നത് കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്താണെന്നുള്ളത്. ഞാനിത് ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അമ്മ ഇതുപോലായിരുന്നു, അല്ലെ അച്ഛൻ ഇതുപോലായിരുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കാര്യം മനസ്സിലായി. അച്ഛൻ പറഞ്ഞു, അത് നിന്നെ തൊട്ട് കാണും, അത് അയാൾ പോയി കുളിച്ചത്, നിനക്കൂടെ പോയി കുളിക്കാൻ വയ്യായിരുന്നു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനാ? അയാൾ നിന്നെ തൊട്ടില്ലേ? നിന്നെ തൊട്ടെങ്കിൽ അയാൾക്ക് കുളിക്കാമെങ്കിൽ, അല്ല നീ അയാളെ തൊട്ടെന്നും പറഞ്ഞ് അയാൾക്ക് കുളിക്കാമെങ്കിൽ അയാൾ നിന്നെ തൊട്ടാൽ നീ പോയി കുളിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ 10 വയസ്സിലുള്ള നമുക്കതൊന്നും പ്രാവർത്തികമാക്കാനൊന്നും പറ്റത്തില്ല. അതന്ന് മനസ്സിലുറച്ചു. അപ്പോൾ അതാണ്, അത്തരത്തിലുള്ള പുരോഗമന ചിന്തയുള്ളവരാണ് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ്റെ പിൻഗാമികളായിട്ടുള്ള ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ പിന്തുടരേണ്ടത്. അല്ലാതെ പണ്ട് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഉദാഹരണത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ജാതി മതമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ ജാതി മതം വന്നു എന്നുള്ളതിൻ്റെ കാരണം, അപ്പോൾ അന്ന് ആത്മീയാചാര്യന്മാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ മതങ്ങളില്ല. അപ്പോൾ ഈ ആത്മീയാചാര്യനെ എല്ലാ മാസവും ഒരിടത്ത് അവിടുത്തെ ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു ആത്മീയമായ പ്രഭാഷണം നടത്തും. അവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ടുവരും, എല്ലാവരും കൂടെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആത്മീയത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആൾക്കാർ തമ്മിൽ ഭിന്നതയൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള ഭിന്നതയില്ല, ജാതി മതം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഈ ഭക്ഷണമൊക്കെ കൊണ്ടിരുന്നതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച വന്നു.
ഈ പൂച്ച ഒരു വെളുത്ത പൂച്ചയായിരുന്നു. ആ പൂച്ച ഈ പിന്നെ ആത്മീയാചാരം വരുന്നതിന് മുമ്പായിട്ട് ആ പൂച്ച അവിടെ വരും. ഈ പറയുന്ന ഭക്ഷണ സാധനത്തിൻ്റെ ബാക്കിയൊക്കെ ആൾക്കാർ കഴിക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ തിന്ന് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. ആചാര്യം വരും, ഈ പൂച്ച കാണും, പ്രഭാഷണം നടത്തും. അങ്ങനെ കാലക്രമേണ ഇത് സ്ഥിരമായി. അപ്പോൾ പൂച്ച അവിടെ സ്ഥിരമായി. ആചാര്യൻ അദ്ദേഹത്തെ ഈ പിന്നെ പ്രഭാഷണത്തിന് മുമ്പ് പൂച്ച കാണുന്നത് സ്ഥിരമായി. കാലം കഴിഞ്ഞു, ആചാര്യന് പ്രായമായി, ആചാര്യൻ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ ആചാര്യൻ വന്നു. ഈ പൂച്ചയെ കണ്ടു. പക്ഷെ പൂച്ചയ്ക്ക് ആ സമയം അപ്പോഴത്തെ പ്രായമായി. പുതിയ ആചാര്യൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയും ചത്തുപോയി. അടുത്ത പ്രാവശ്യം ആചാര്യൻ വന്നപ്പോൾ പൂച്ചയില്ല. ആചാര്യനൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞത് പൂച്ചയില്ലാതെ എങ്ങനെ നമുക്ക് ആചാര്യന് പ്രഭാഷണം നടത്താൻ പറ്റും? അതല്ല ആചാരം, ചടങ്ങ് അതായിരുന്നല്ലോ. ചടങ്ങ് പൂർത്തിയാക്കണം. അപ്പോൾ പൂച്ച വേണം. അപ്പോൾ വിവരമുള്ള കുറച്ച് പേര് പറഞ്ഞു അതൊന്നുമില്ല, അത് പൂച്ചയുടെ ഇതൊക്കെ തിന്നാൻ വന്നതല്ല, അല്ലാതെ ആചാര്യരെ കണ്ടുകൊണ്ടൊന്നും വന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും ആൾക്കാർ സമ്മതിച്ചില്ല. അതിലെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പോയി ഒരു പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അത് കറുത്ത പൂച്ചയാണ്. അപ്പോഴാണ് അതിലൊരു കൂട്ടർ പറഞ്ഞ് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന വെളുത്ത പൂച്ചയാണ്, അതുകൊണ്ട് ആചാരം ലംഘനമാണ്, കറുത്ത പൂച്ച ആചാര ലംഘനമാണ്. അപ്പോഴും അവിടെ നിന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പൂച്ചയല്ലേ, ഒരു പൂച്ച പോരെ, കറുത്തതോ വെളുത്തതോട്ടെ, അതുപോരാ. അവിടെ വെച്ച് രണ്ട് ഭാഗമായിട്ട് ആ സമൂഹം പിരിയുകയാണ്. അന്ന് വരെ യാതൊരുവിധ ഭേദചിന്തകളുമില്ലായിരുന്ന ഒരു സമൂഹം ഒരു പൂച്ചയുടെ പുറത്ത് ആചാര ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ച കറുത്തതോ വെളുത്തതോ എന്നുള്ള മത്സരത്തിൻ്റെ പുറത്ത് രണ്ട് വിഭാഗമായിട്ട് ആ സമൂഹം പിരിഞ്ഞ് അന്ന് മുതലാണ് ഈ മതഭേദചിന്തകൾ ഉണ്ടായതെന്നുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ചർച്ചകളിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മന്നത്താചാര്യൻ്റെ പേരിൽ ദുരാചാരങ്ങളെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാമെന്ന് ആരും കരുതരുത്. അദ്ദേഹം പുരോഗമനാശയത്തിൻ്റെ വക്താവായിരുന്നു. അതായത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് 20 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രം സർവ്വജാതി മതസ്ഥർക്കുമായിട്ട് തുറന്നു കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ പിന്നെ മിശ്രഭോജനം അങ്ങനെയുള്ള പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻനിരയിൽ നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു സങ്കുചിതമായ ചർച്ച അനുചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം. നന്ദി.